മാണി മകളെ അഴിച്ചു വിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നവരോട് എന്തായിരിക്കും മാണിയുടെ മറുപടി? അഴിച്ചു വിട്ടിരിക്കുകയാണോ? ഞാനൊരു പട്ടിയല്ലെന്നായിരിക്കും. പട്ടിക്കുട്ടിയല്ല, ഇതൊരു കുട്ടിയാണ്. You have given a lot of freedom to her. അതാണ് എന്റെ സമ്മാൻ സബ്സ്റ്റൻസ്. You are happy about it? എപ്പോഴെങ്കിലും ഇവൾക്ക് ഒരു നിയന്ത്രണം വേണമെന്ന് പിതാവ് നിയന്ത്രണം ഇന്നുണ്ടോ? അതല്ല, പോരാ, കുറച്ചുകൂടി വേണം, അങ്ങനെ വിട്ടാ പോരാ. അല്ല, അങ്ങനത്തെ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ, റെസ്പോൺസിബിൾ ഫാദറിന്റെ ജോലി അതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവൈലബിൾ ആണെന്ന് കാണിക്കും, ചോദിക്കും, ചോദിക്കും, എല്ലാം സൂക്ഷിച്ചോ നീ. ഓക്കെ, അടുത്തത് പേളിയുടെ ജീവിതത്തിൽ ചെയ്യരുതായിരുന്നു എന്നോർത്ത് ഇപ്പോൾ ഓർക്കുന്നൊരു കാര്യം, അതിൽ പശ്ചാത്തപിച്ചൊരു കാര്യം. ഞാനൊന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല ആക്ച്വലി. ചിലപ്പോ ആ ചെയ്ത സമയത്ത് ഒന്ന് പശ്ചാത്തപിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഭയങ്കര ലെസനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പശ്ചാത്തപിച്ച റിഗ്രറ്റ് ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റ് ഏതാണ്? ഒന്നുമില്ല ആ സമയത്ത്. അങ്ങനെ എനിക്ക് കാർ ആക്സിഡന്റ്, ഞാൻ ഓവർ സ്പീഡിൽ ഓടിച്ചുകൊണ്ടാണ് ഞാൻ സത്യം പറയാം മമ്മിയുടെ അടുത്ത് മമ്മി വേഗം വാ പറഞ്ഞപ്പം എനിക്ക് മമ്മിയുടെ അടുത്ത് ദേഷ്യത്തിൽ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് സ്പീഡിൽ ഓടിച്ചിട്ടാണ് ഞാൻ ഇടിച്ചത്. അപ്പം എനിക്ക് അന്ന് ഞാൻ ഭയങ്കരമായിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഒറ്റയ്ക്കായിരുന്നു. ബട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഓവർ ഇമോഷണൽ ഉള്ളപ്പോ കാർ ഓടിക്കരുതെന്ന് എനിക്ക് മനസ്സിലായി. മാണി പോളിന്റെ ക്ലാസ് കൊണ്ട് രക്ഷപ്പെടാത്തവർ എടുക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണ്? എന്റെ ക്ലാസ്സിന് വരാ. ഇനി അതും നടന്നില്ലെങ്കിൽ JB സാർ ഇനി അടുത്ത ക്ലാസ് തുടങ്ങുന്നുണ്ട്. ആക്ച്വലി ഡാഡിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, അതിന് ഒരു ഉത്തരവുണ്ട്. ഞാൻ രക്ഷപ്പെടുത്താനല്ല ക്ലാസ് എടുക്കും, ഒരാൾക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും. അന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ച ഒരുത്തരെ നമ്മൾ രക്ഷപ്പെടുത്തണ്ട. ഇപ്പൊ ജോൺ ബ്രിട്ടാസ് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ ഇനി ആരെ രക്ഷപ്പെടുത്തണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ആര് വിചാരിച്ചാലും ആളെ രക്ഷപ്പെടുത്താനും പറ്റില്ല. നമ്മൾ അവയർനെസ് മാത്രമേ കൊടുക്കൂ. എക്സലന്റ് ആൻസർ. ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം, ഒരാളും നമുക്ക് രക്ഷകനായിട്ട് എവിടെയും ഇല്ല. നിങ്ങളുടെ രക്ഷകൻ നിങ്ങൾ തന്നെയാണ്. എനിക്കറിയില്ല ഈ ചോദ്യം എങ്ങനെ വന്നു നോക്കട്ടെ, നല്ല രസകരമായ ചോദ്യമാണ്. പിന്നാലെ വന്ന് നടന്ന് ശല്യം ചെയ്യുന്ന പൂവാലനെ കുറിച്ച് ഡാഡിയോട് എങ്ങനെയാണ് പരാതി പറയുക? എനിക്കിപ്പോ ഒരാളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അത് ഡാഡിയുടെ അടുത്ത് എനിക്ക് ഇഷ്ടമാന്ന് പറയില്ല. ഡാഡി എന്നെ ഇവൻ ഇങ്ങനെ പുറകെ നടക്കുന്നു എന്നേ ഞാൻ പറയുള്ളൂ. യുനോ, എന്റെ പുറകിൽ സത്യം പറഞ്ഞ ആരും പൂവാല ശല്യം വന്നിട്ടേ ഇല്ല. എനിക്കതിൽ ദുഃഖമുണ്ട്. ചിലപ്പോ എന്നെ കണ്ടിട്ട് എന്റെ പുറകിൽ വരാൻ പറ്റാത്തതാണോ, എന്റെ മുടി കണ്ടിട്ടേ ഒരു പൂവാലുള്ളതുകൊണ്ടായിരിക്കും. അപ്പം പേളിക്ക് ഒരാളോട് പ്രണയം ഉണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരാളുമായിട്ട് സീരിയസ് ആയിട്ടൊരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം you wanted to convey to your father and mother, അല്ലേ? I told my mom and dad. എങ്ങനെയാ അത്? അപ്പൊ ഡാഡി ബുക്ക് വായിച്ചോണ്ടിരിക്കും. നല്ല ബുക്ക്. ഡാഡി എന്താ കഴിച്ചെന്ന്? എന്താ പ്രശ്നം? എനിക്കും കഴിക്കണം ഡാഡി. കല്യാണം നല്ലൊരു പയ്യനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഡാഡി ഇഡ്ഡലി കഴിച്ച് അങ്ങനെ ചുമ്മാ. പേളിക്കുണ്ടാവുന്ന കുഞ്ഞിന് ജംബു എന്ന് പേരിടണം. എന്ത്? മാണി സമ്മതിക്കുന്നില്ല. മാണിയെ പേടി എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കും? ജംബു എന്ന് പേരിടണം ഞാൻ പറയുന്നു. ഡാഡി എങ്ങനെ എന്നെ മനസ്സിലാക്കും? വേണ്ടാന്ന്. ജംബു നല്ലൊരു പേരാണ്. ജംബുലിംഗ് എന്നുള്ളത് തമിഴ്നാട്ടിലെ ഒരു വലിയ പേരാണ്. ജംബുലിംഗം is a big name. ഓക്കെ, ഇനി പേളിക്കുണ്ടാകുന്ന ആദ്യത്തെ കൊച്ചിന് നമ്മൾ മാറ്റിക്കരുതട്ടാ. അതിന് ചിലപ്പോൾ ട്രാൻസ്ലേഷൻ ചിലപ്പോൾ മലയാളത്തിൽ വരുമ്പോ വേറെ ആയിരിക്കും. ചിലപ്പോ ജംബു എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് പേരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പേരുമായി, കുട്ടിയുടെ പേരുമായിരിക്കണം. മകളെ എങ്ങനെയുള്ള ആളെ വിവാഹം കഴിക്കണം എന്നാണ് മാണിയുടെ ആഗ്രഹം. മകളെ എങ്ങനെയുള്ള ആളെ? വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് ഓഫ് പാർട്ണർ? എ പേഴ്സൺ ഹു ഈസ് ഇൻഡിപെൻഡന്റ്. സ്വതന്ത്രനായിരിക്കണം. Who has a friendly attitude to not only to Burley, to even to me and to the entire family. അത്രയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല. നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന സൗകര്യങ്ങള് ആര് വന്നാലും ഞാൻ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, അടുത്ത് പേളി ഒരു സ്വയംവരം നടത്തേണ്ടി വന്നാൽ നിൽക്കുന്ന 10 പേരിൽ നിന്നും ആരെ തിരഞ്ഞെടുക്കും? എല്ലാവരും ഒരേപോലെ സുന്ദരന്മാരാണ്. ചുരുണ്ട മുടിയുള്ള ആളെ തിരഞ്ഞെടുക്കും. എനിക്കിപ്പം സാധാരണ ഞാൻ നോട്ടീസ് ചെയ്യുന്നത്, ഇപ്പൊ ഒരു റൂമിൽ കയറുമ്പോ അവിടെ എത്ര പേരുണ്ടെങ്കിലും അതിൽ ആർക്കും വേണ്ടാത്ത ഒരാളുണ്ടാവുമല്ലോ. ആർക്കും ഒന്നും നൽകാനും ഉണ്ടാവില്ല. ചിലപ്പോൾ ഭയങ്കര പ്രായമായ ഒരാളായിരിക്കും. അവരിലേക്ക് നേരിട്ട് പോയിട്ട് അവിടെ ഇരുന്ന് കഥ പറയുന്ന ഒരാളെയാണ് എനിക്കിഷ്ടം. അതായത് ഒരാളുടെ ഭംഗി നോക്കി അല്ലെങ്കിൽ അയാളുടെ സ്റ്റാറ്റസ് നോക്കി ഫ്രണ്ട് ആവാണ്ട്
ഒന്നും ഇല്ലാത്തവരെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ആയിരിക്കും ഞാനും ഇഷ്ടപ്പെടുക. അയാൾക്ക് ഭംഗി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് നാളെ എനിക്ക് അദ്ദേഹത്തിന് നൽകാൻ എൻ്റെ ഈ പോപ്പുലാരിറ്റിയോ എൻ്റെ ഭംഗിയോ എൻ്റെ കഴിവോ ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം എന്നെ സ്നേഹിക്കും. കുടുങ്ങി അങ്ങനെ കുടുങ്ങാനൊന്നുമില്ല, ഡീൽ ചെയ്യേണ്ട കാര്യമാണ്.